എന്താ നീ എന്ത് ഓടിപ്പാഞ്ഞു വരുന്നേ? ഞാൻ അമ്മൂമ്മേനെ കാണാൻ വന്നായിരുന്നു. കണ്ടു കണ്ടു. എന്താ ഒരു കള്ളലക്ഷണം പോലെ? കൊല്ലടങ്ങി പിന്നെ. സോറി, സ്പീഡ് കൊടുത്തു. ആ മീൻ പകുതി ആക്കിയിട്ട് നീ അവിടെ പോയതാ. ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ഉത്തരവാദിത്തത്തോടെ കൂടി ചെയ്യണം. ആ, ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും അങ്ങനെ പറ്റിപ്പോയി അമ്മ. അപ്പൊ തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം. ശിവ ചേച്ചി, അതെ, നിങ്ങൾ കുറെ നേരമായിട്ട് പുറകെ കൂടിയേക്കോളൂ. എന്താണ് ചേച്ചി? ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തുറന്ന് പറ. അങ്ങോട്ടെ എന്റെ വിഷമം പറഞ്ഞ നീ അത് തീർത്തു തരൂ. തീർത്ത് തരും. അതല്ലേ ചോദിക്കണേ. പറ 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 പറ, എന്താണ് പ്രശ്നം? പറ. പോടാ അവിടെ നിന്ന്. എന്താ പ്രശ്നം? പറ. എടാ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന്. മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ഇല്ലെന്ന്. അതെ, എന്താ പ്രശ്നമെന്ന് ആരെങ്കിലും ഒന്ന് പറയോ? എനിക്ക് അറിയാൻ പാടില്ലെന്ന്. അറിയാത്തയാണ് പ്രശ്നം. അപ്പൊ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. തല തിരിഞ്ഞ് വെച്ചാണ്. ചേച്ചി കിട്ടിയില്ലേ? ഇതെന്താ? ഇതെന്താ ഇത്? ഞെട്ടി എന്തിന്? ആര് ഞെട്ടി? ചേച്ചി ഇപ്പൊ ഞെട്ടി. നിനക്ക് എന്താടാ കാര്യം പറയേച്ചേ. എന്തോന്ന് കാര്യം? സത്യം പറഞ്ഞോ? എനിക്കറിയാൻ പാടില്ല ഇതെന്താന്ന്. ചേച്ചിക്ക് അറിയാൻ പാടൂല അല്ലേ? ചേച്ചി, ഈ സത്യം എന്ന് പറയണത് അങ്ങനെയാണ്. ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ മറനീക്കി പുറത്തു. സത്യോ? എന്തോന്ന് സത്യം? ചേച്ചി, ഇനിയും മറച്ചു വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. പാറമടയിലെ മീനുകൾ പോലും ചേച്ചിയെ വഞ്ചിച്ചിരിക്കുന്നു. ആ ഫിലോപ്പി മരിച്ചതേ എന്റെ ചുണ്ടേ കുരുങ്ങിയല്ല. ചേച്ചിയുടെ സത്യം എഴുതിയ ബോട്ടിൽ എന്റെ തൊണ്ടേ കുരുങ്ങിയാണ് ചത്തത്. എനിക്കൊന്നും പറയാനില്ല. ഒഴിഞ്ഞു മാറാൻ നോക്കല്ലേ. കാര്യം ഉള്ളത് പോലെ ഇങ്ങ് പറ. ഇങ്ങോട്ട് പറയാനില്ലെന്ന്. എങ്ങനെ പൊങ്ങി വന്നു? റിയാക്ഷൻ ഇടല ആള് പോയി. കേശുവേ, എന്താടാ പ്രശ്നം? ഇറന്നിട്ടാങ്കളാ? യാരുടാ? ഫിലോപ്പി. ശിവ. എന്നാലും എന്തുവായിരിക്കും പ്രശ്നം? തിരിയലേ അമ്മ. എന്തോ കൊലപാതക കേസാണെന്നാ തോന്നുന്നു. മിണ്ടാരി വച്ചത്. നീ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു ഇവിടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വിധി ഒന്ന് നോക്കണേ. എത്രയോ കൊല്ലം മുന്നേ എഴുതി പാറമടയിലിട്ട സാധനമാണ്. കറക്റ്റ് ആയിട്ട് കേശുവിന്റെ കയ്യിൽ തന്നെ കിട്ടുകയും ചെയ്യുന്നു. എന്നാലും ഈ മീന് വേറൊന്നും തിന്നാൻ കിട്ടിയില്ലേ? അത് കുപ്പിയോടൊക്കെ വിഴുങ്ങിയേക്ക. എന്ത് തേരാപ്പാര നടക്കണത്? ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ ചിലപ്പോ ഇരിക്കും, ചിലപ്പോ നിക്കും, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നിനക്കെന്ത്? ചേച്ചി, ഇനി മറച്ചു വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മര്യാദക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ ഇങ്ങ് പറയുക. എന്നാ ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയട്ടെ. അത് ഞാൻ എഴുതിയിട്ടതല്ല. അങ്ങനെ. ഈ കൈയക്ഷരം ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. ചേച്ചി സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ കൈയക്ഷരമായിരുന്നു. ഈ അടുത്ത കാലം വരെയും ഈ കൈയക്ഷരമായിരുന്നു. കുറച്ചും എഴുത്തന്ന് ഈ കൈയക്ഷരമായിരുന്നു. അപ്പൊ ആരാ എഴുതിയേ? എനിക്കറിയാൻ പാടില്ല. ഓ ശരി, അറിയില്ല. ഞാൻ അമ്മൂമ്മ എടുത്ത അമ്മൂമ്മ. പോവല്ലേ? അല്ല, ഞാൻ പോയി ചോദിക്കാം ഈ കൈയക്ഷരം ആരുടെയാണെന്ന്. അമ്മൂമ്മ കണ്ട് പരിചയമില്ലുള്ളൂ. ചേച്ചി അല്ലല്ലോ. അത് ഉപ്പങ്ങോട്ട് പറ. ഞാൻ എഴുതിയത് തന്നെയാ. അത് നമുക്കറിയാമായിരുന്നു.
ഇനി മക്കളെ ബാ ഇനി കാര്യം പറയടാ. ഇത് എന്തിനെഴുതി ഇത്രയും കഷ്ടപ്പെട്ടത് കുപ്പിയിലാക്കി എടുത്ത് പാറമട കളഞ്ഞു? കണ്ണു കണ്ട മീനിനെ കൊണ്ട് തീറ്റിപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ പേടി കാരണം എഴുതിയതാ. അത് നമുക്ക് മനസ്സിലായി. അല്ലാതെ സന്തോഷത്തെ ആരും എനിക്ക് പേടിയാവുന്നു പറഞ്ഞ് എഴുതൂലല്ലോ. എന്തായിരുന്നു പേടിയുടെ കാര്യം? ഞാൻ പറയാം, പക്ഷെ ആരോടും പറയരുത്. ആരോടും നമ്മൾ പറയുള്ളൂ. ചേച്ചി പറ. അതില്ലേ, കല്യാണത്തിന് മുന്നേ, അതായത് കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടി വരുമല്ലോ. പുതിയ ഒരാളുടെ കൂടെയുള്ള ഒരു ജീവിതം, പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അതിന് അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര പേടിയായി തുടങ്ങി. ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ഈ സ്ട്രെസ്സും ഓവർ തിങ്കും ഈ പേടിയുടെ കാര്യമൊക്കെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പേടിയുള്ള കാര്യം ഇതേപോലെ ഒരു കടലാസിന്റെ തൊണ്ടിൽ എഴുതി കുപ്പിയിലാക്കി കടലിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേടി മാറുന്നു. ഏതോ വലിയ രാജ്യത്ത് ആചാരാ. കടലില്. പിന്നെ എനിക്കിത് കിട്ടിയത് കടലിൽ നിന്നല്ലല്ലോ, പാറമട നിന്നല്ലേ? അത് ആ സമയത്ത് എനിക്ക് കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ മുമ്പില് കടല് പോലെയാണല്ലോ നമ്മുടെ പാറമട കിടക്കുന്നേ. അപ്പൊ ഞാൻ പാറമടയിലേക്ക് എഴുതിയിട്ട്. ഇത് തന്നെയാണോ കാരണം? അല്ലാതെ വേറെന്ത് കാരണം? ഇത്രയുള്ളോ? സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഇത്ര നേരം ഞാൻ സമയവും മെനക്കെടുത്തി വലിയ ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ നടന്നത്. അത് നീ മണ്ടനായതും കൊണ്ട്. ഞാൻ എന്നിട്ട് പേടി മാറിയോ? എവിടെ നിന്ന് പേടി മാറാൻ? പിന്നെ കെട്ടിയത് സിദ്ധുവിനെയാണല്ലോ, പിന്നെ വലിയ പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ തോന്നി. അളയും പേടിച്ചാൽ മതിയല്ലോ. എന്തായാലും നിങ്ങളുടെ സംശയമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഏത് സമയത്താണോ? അപ്പഴേ ഇനി ആ പാറമടയിലേക്കേ അധികം ചൂണ്ടയിടാൻ പോകണ്ടാട്ടോ. ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം ചേച്ചിയുടെ ഒരുപാട് സീക്രട്സ് പാറമടയിൽ കുപ്പിയിലേക്ക് കിടക്കുന്നുണ്ട് എന്നല്ലേ? ശിവ, നമുക്ക് കുറച്ചധികം ചൂണ്ടയിടേണ്ട കാര്യം.